ഹായ് എവരി വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ ഈ നീറ്റ് UG എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻസ് തുടങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി 9 മുതൽ മാർച്ച് 8 വരെയാണ് രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം രജിസ്ട്രേഷൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് വളരെ ചുരുക്കി ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് നമ്മൾ ഡേറ്റ്സ് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. അതേപോലെ തന്നെ നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിട്ടിക്കൽ ഡെഡ് ലൈൻസ് എന്ന് പറയുന്നത് മെയ് 3-നാണ് എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്, സൺഡേ ആണ്. അതുപോലെ തന്നെ മാർച്ച് 8 വരെയാണ് ആപ്ലിക്കേഷൻ ഡെഡ് ലൈൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. മാർച്ച് 8 എന്നുള്ള ആ ഡേറ്റ് നമ്മുടെ മനസ്സിൽ കൃത്യമായി വേണം. അതേപോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ മോഡാണ് എക്സാം എന്ന് പറയുന്നത്. OMR ഷീറ്റിലായിരിക്കും. അതുപോലെ തന്നെ സിംഗിൾ ഷിഫ്റ്റിലായിരിക്കും, നേഷൻ വൈഡ് സെൻറ്റേഴ്സിലായിരിക്കും എക്സാം നടക്കുക. ആ കാര്യങ്ങളൊക്കെ മുൻപുണ്ടായിരുന്നതുപോലെ തന്നെയാണ് നീറ്റ് എക്സാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനറലിന് പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ EWS, അതുപോലെ തന്നെ OBC NCL, അതുപോലെ തന്നെ SC ST, ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ള കേസസിലൊക്കെ ഈ രൂപത്തിലാണ്. ഔട്ട്സൈഡ് ഇന്ത്യയിൽ തന്നെയുള്ള ആളുകൾക്കുള്ള ഫീ സ്ട്രക്ചറിലെ ഡിഫറൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. 2009 ഡിസംബർ 31 അല്ലെങ്കിൽ അതിന് മുമ്പോ ജനിച്ചതായിരിക്കണം. അതേപോലെ തന്നെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് വേണം, +2 വേണം. ആ +2-ൽ സയൻസ് സ്ട്രീം ആയിരിക്കണം, അല്ലെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി എടുത്തിരിക്കണം. ഇതാണ് ഒരു ക്വാളിഫിക്കേഷനായിട്ട് ഈ ഒരു എക്സാമിനുള്ളത്. ഓക്കെ, ഇനി എക്സാം സ്ട്രക്ചർ അതേപോലെ തന്നെ സ്കോറിംഗ് നമുക്ക് സാധാരണ അറിയുന്നതന്നെയാണ്. പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നുമില്ല. കറക്റ്റ് ആൻസറിന് 4 മാർക്സ്, റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, -1. അതേപോലെ തന്നെ അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ അതിന് 0 ആണ് ഉണ്ടാവുക. അപ്പം കറക്റ്റ് മാർക്കിന് ഉള്ള *4 മൈനസ് നെഗറ്റീവ് മാർക്കിങ്ങിനുള്ളത് എന്നുള്ള രൂപത്തിൽ എത്ര മാർക്സ് വരുന്നു എന്നുള്ളതനുസരിച്ചാണ് ടോട്ടൽ മാർക്സ് വരിക. അപ്പോൾ ഇതാണ് ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, സെയിം ആസ് യൂഷ്വൽ, റൈറ്റ്. ഇനി ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? കയ്യിൽ നിർബന്ധമായിട്ട് വേണ്ടത് പാസ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, പാസ്പോർട്ട് സൈസോ അല്ലെങ്കിൽ പാസ്പോർട്ട് സൈസും വേണം. അതുപോലെ തന്നെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. സ്കാൻഡ് സിഗ്നേച്ചർ നമ്മുടെ കയ്യിൽ വേണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പിന്നെ ഹാൻഡ് ഫിംഗർ ഇംപ്രഷൻസ് ആവശ്യമാണ്. അതേപോലെ തന്നെ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ആൻഡ് അഡ്രസ് പ്രൂഫ്. ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് പിന്നെ ഈ നമ്മുടെ ഫോട്ടോസൊക്കെ അഗെയിൻസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഉറപ്പുവരുത്തുക. നീറ്റിന് പറ്റുന്ന രൂപത്തിൽ തന്നെ അല്ലേ എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പുവരുത്തുക. അവസാന നിമിഷം കൊണ്ടുപോയി എന്തെരുത്, പ്രയാസം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അറിയുന്നത് പോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ജനറേറ്റ് ആപ്ലിക്കേഷൻ ID യൂസിങ് മൊബൈൽ നമ്പർ ആൻഡ് ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ ID ക്രിയേറ്റ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ആയിരിക്കണം, അത് അപ്ലോഡ് ചെയ്യുക. ഇതാണ് ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 13 ലാംഗ്വേജ് ഓപ്ഷൻസിന് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബൈലിംഗ്വൽ ആയിട്ടായിരിക്കും. ഒരു ഭാഗത്ത് ഇംഗ്ലീഷും മറുഭാഗത്ത് നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്യുന്നത് ആ ലാംഗ്വേജും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് യൂസ് ആക്റ്റീവ് മൊബൈൽ ആൻഡ് ഇമെയിൽ ഓൺലി. നമുക്ക് കിട്ടുന്ന SMS അയച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാൽ നമ്മൾ റീഡ് ചെയ്യും എന്ന് ഉറപ്പുള്ള ആ രൂപത്തിൽ തന്നെയുള്ള ഇമെയിൽ ID തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡബിൾ ചെക്ക് ആധാർ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് കൊടുക്കുമ്പം അത് കൃത്യമായി ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഫോട്ടോ മസ്റ്റ് ഷോ 80% ഓഫ് ഫേസ് കവറേജ്. അതുപോലെ തന്നെ ഡൗൺലോഡ് ആൻഡ് സേവ് കൺഫർമേഷൻ പേജ് ആസ് PDF. അത് സേവ് ചെയ്ത് വെക്കുക, PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. നമ്മളുടെ കമ്പ്യൂട്ടറിൽ അത് പിന്നെ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് പ്രത്യേകമായി ആർക്കെങ്കിലുമൊക്കെ സെൻഡ് ചെയ്ത് വെച്ച് ഇടുക. പെട്ടെന്ന് PDF മിസ്സായി പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒഫീഷ്യൽ പോർട്ടൽ neet.nta.nic.in എന്ന് പറയുന്ന പോർട്ടലിൽ ആ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചുരുക്കി നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നല്ല ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. അത് നിങ്ങളുടെ എക്സാമിലടക്കം റിഫ്ലക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ എല്ലാവരും ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫ്രം എക്സാം വൈ ഓൾസോ. താങ്ക് യു.